നമസ്കാരം, വിപിൻ സാറാണ്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ സുവോളജിയുടെ 8 ചാപ്റ്ററുകളിൽ നിന്ന് ഒരു 45 ടോപ്പിക്സ്, 45 പോയിന്റുകൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരിക. നിങ്ങൾ പരീക്ഷയ്ക്ക് ആ സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ആ കാര്യങ്ങൾ അങ്ങോട്ട് കൃത്യമായിട്ട് വന്നാൽ വെറും 45 ടോപ്പിക്സ്, 45 പോയിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, ആ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം റെഡിയല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് വേറൊന്നുമല്ല ചോദിക്കുന്നത്, അതിൻ്റെ ആ ഡക്സ്, അത് സെമിനിഫറസ് ട്യൂബ്യൂൾ മുതൽ റെറ്ററ്റസിസ് മുതൽ വാസെഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ്ഡെഫ്രൻ, ഇജാക്കുലേറ്റഡ് ആക്കി യുറീത്ര വരെയുള്ള ആ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്ലോ ചാർട്ട് എഴുതാനായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ടെസ്റ്റിസിൻ്റെ സെഷൻ തരും, അടയാളപ്പെടുത്താൻ ചോദിക്കും. ആ 2 കാര്യങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ചോദിക്കുന്നത്. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഫൈൻഡ് ഓഡ് വൺ ഗീവ് റീസൺ എന്നും പറഞ്ഞ് ചോദിക്കുക. അതിനകത്ത് ഒരു സാധനം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഫൈൻഡ് ഓഡ് വൺ ഗീവ് റീസൺ എന്നും പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചോണം. പിന്നെ പ്രാധാന്യമുള്ള സാധനം ഗ്യാമറ്റോജെനിസിസ് ആണ്. ഗ്യാമറ്റോജെനിസിസ് ഒന്നുകിൽ ഗ്യാമറ്റോജെനിസിന് മൊത്തത്തിൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഊജെനിസിസ് എഴുതാൻ പറയും. ഇതും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഡയഗ്രം തരും. മിക്കവാറും തരുന്ന ഊജെനിസിസിൻ്റെ ഡയഗ്രം തരും. ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിൻ്റെ ഡയഗ്രമാണ്, എന്തിനാണ് ഇത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ, മെച്ചുറേഷൻ ഫേസിൽ അണീക്വൽ ഡിവിഷൻ ആണോ നടക്കുന്നത് നോക്കണം. അണീക്വൽ ആണെങ്കിൽ അത് ഊജെനിസിസ് ആണ്. ഒരേപോലെ നടക്കുന്നതെങ്കിൽ അത് സ്പെർമാറ്റോജെനിസിസ് ആണ്. അപ്പോൾ ഊജെനിസിസ് ആയിരിക്കും മിക്കവാറും തന്നിരുന്നത്. എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുക. അതുകൊണ്ട് സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ അതിനകത്ത് പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ടെസ്റ്റിസിൻ്റെ സെഷൻ എടുത്തിട്ട് അതിനകത്ത് ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റും അതിൻ്റെ സെഷൻ തരും. എന്നിട്ട് അതിനകത്ത് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. പിന്നെ മെൻസ്ട്രൽ സൈക്കിളാണ്. മെൻസ്ട്രൽ സൈക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയർ ഫേസ്, 4 ഫേസുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓരോ ഫേസിലും ഉള്ള ഹോർമോൺസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അവൻ എന്തൊക്കെ ഫങ്ഷനാണ് അവിടെ, LH, FSH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, 4 ഹോർമോണുകൾ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് കൂടി കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനകത്തൊരു ഓവറിയുടെയും അതുപോലെ തന്നെ യൂട്രസിൻ്റെയും ഫലോപ്പിൻ ട്യൂബിൻ്റെയൊക്കെ പടം തന്നിട്ട് സൈഗോട്ടിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു പടം ഉണ്ട്. ആ പടം ഒന്ന് നോക്കിയാണ് അവിടെ ബ്ലാസ്റ്റുല ഏതാണെന്നും, അതുപോലെ ഗ്യാസ്റ്റുല ഏതാണെന്നും, മോറുല ഏതാണെന്നും, സൈഗോട്ട് ഏതാണെന്നുള്ള കാര്യങ്ങളൊന്നും നോക്കിയേക്കണം. ഓവം ഏതാ, ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നു, അതിൻ്റെ പടം കൃത്യമായിട്ട് ABCD എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പടം ഒന്ന് നോക്കിയേക്കണം. മറ്റൊന്ന് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റിനകത്ത് ഒരു ഗസ്റ്റേറ്ററി പീരീഡിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്, ഓരോ മാസം, 1-ാം മാസം കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു, 2 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് പഠിച്ചോണം. കൂട്ടത്തെ കൊളസ്ട്രോളും കൂടി. ഇത്രയേ ഉള്ളൂ ഹ്യൂമൻ റീപ്രൊഡക്ഷനകത്ത് പഠിക്കാനുള്ളത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് വരുമ്പം നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട സാധനം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അത് പലതരത്തിൽ നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്, IUDs ഉണ്ട്, അതേപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചെക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്, സർജിക്കൽ മെത്തേഡ്. ഇത്രയും ഈ 6 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ചില ബ്രാൻഡഡ് നെയിമുകൾ കൂടി അതിനകത്ത് കോപ്പർ റിലീസിങ്, IUDs, അതിൻ്റെ കോപ്പർട്ടി പോലുള്ള ആ പേരുകളും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദെൻ ശരിക്ക് പിന്നെ അതിനകത്ത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അതെപ്പോഴാണ് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. STD എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. MTP എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് ഓർത്തണം. പിന്നെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി
ട്രീറ്റ്മെൻറ്റാണ്. അതും വളരെ ഈ കോൺട്രാസെപ്റ്റീവ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെ നോക്കിയാലും കയറി മാറി ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആർട്ട് എന്ന് പറയുക, അത് ആർട്ട് എന്താണ്, അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. പിന്നെ നിങ്ങൾ ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യും അത് ചോദിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കപ്പിളിന് ഫീമെയിൽ ഇന്ന പ്രശ്നമുണ്ട്, പക്ഷേ മറ്റേ വിഷയമില്ല, അവർക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അല്ലെ ഹസ്ബൻഡ് ഇന്ന വിഷയമുണ്ട്, അവർക്ക് ഏത് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കാറുണ്ട്. IVF എന്താ, സ്വിഫ്റ്റ് എന്താ, UT എന്താ, ഗിഫ്റ്റ് എന്താ, ICS എന്താ, AI എന്താ, ഇത് എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഈ കോൺട്രാസെപ്റ്റീവ്സും ഇൻഫെർട്ടിലിറ്റിയും പഠിക്കാമെങ്കിൽ എങ്ങനെയായാലും അതിൽ നിന്ന് ചോദിക്കുന്ന എപ്പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും നമുക്കത് കിട്ടും, എങ്ങും പോത്തില്ല. ഇച്ചിരി വലിയ ചാപ്റ്ററാണ് ഇൻഹെറിറ്റൻസുമായിട്ട് ജെനറ്റിക്സിൻ്റെ 2 ചാപ്റ്ററുകൾ. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിനകത്ത് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും നോക്കിയേക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും അത് കുറച്ച് തന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കുക. പിന്നെ ടെസ്റ്റ് ക്രോസിൻ്റെ കൂടെ തന്നെ ബൈ ക്രോസോടെ നോക്കണം. ഓൾ ടെസ്റ്റ് ക്രോസ് ആർ ബൈ ക്രോസ് ബട്ട് ഓൾ ബൈ ക്രോസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബൈ ക്രോസുകളാണ്, പക്ഷേ എല്ലാ ബൈ ക്രോസും ടെസ്റ്റ് ക്രോസ് തന്നെ. എന്താണ് ടെസ്റ്റ് ക്രോസ്, എന്താണ് ബൈ ക്രോസ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ദെൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, അതിനകത്ത് മൾട്ടിപ്പിൾ അലീൽസും അതിനകത്ത് തന്നെ വരുന്നതാണ്. ഇത് ഒന്ന് പഠിക്കണം എന്ന് പറയാൻ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻ്റൽ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഹെറിറ്റൻസ് നടക്കുന്ന 2 രീതികളാണിത്. അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസ് മിക്കവാറും ചോദിക്കുന്ന ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. IA IB ചിലപ്പം പറയും രാമുവിൻ്റെ ഗ്രൂപ്പ് A ആണ്, രാമുവിൻ്റെ വൈഫിൻ്റെ ഗ്രൂപ്പ് B ആണ്, പക്ഷേ കുട്ടിയുടെ ഗ്രൂപ്പ് O ആണ്. ഇതെങ്ങനെ സാധ്യമായി? രാമു A, വൈഫ് B, കുട്ടി പക്ഷേ O, ഇതെങ്ങനെ സാധ്യമായി? അപ്പോൾ നമ്മളവിടെ IA സ്മോൾ i, IB സ്മോൾ i, IA സ്മോൾ i എന്ന് പറയുമ്പോൾ A ഗ്രൂപ്പ്, IB സ്മോൾ i എന്ന് പറയുമ്പോൾ B ഗ്രൂപ്പ്. ഇതിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാകുമ്പം സ്മോൾ i ഇവിടുന്നുള്ള സ്മോൾ i വരുമ്പോൾ സ്മോൾ i എന്ന് വരുന്ന കുട്ടി O ആയി. അത് കൃത്യമായിട്ട് നോക്കിക്കണം കേട്ടോ. അങ്ങനെയുള്ള ചോദ്യം അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, ഒരു മാർഗിനല്ല ചോദിക്കത്തില്ല എന്താണ് ലിങ്കേജ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലിങ്കേജിൻ്റെ അല്ല ഒരു ക്രോമസോമിനുള്ളിലുള്ള ജീനുകൾ വളരെ അടുത്തടുത്ത് പാക്ക് ചെയ്യുന്നതോറും ലിങ്കേജിനുള്ള സാധ്യത കൂടുന്നു, റീകോമ്പിനേഷനുള്ള സാധ്യത കുറയുന്നു. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഒരു ക്രോമസോമിൽ ജീനുകൾ തമ്മിലുള്ള ദൂരം കൂടുന്തോറും അകലം കൂടുന്തോറും ലിങ്കേജിനുള്ള സാധ്യത കുറയുന്നു, റീകോമ്പിനേഷനുള്ള സാധ്യത കൂടുന്നു. അത് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കണം. ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ, XXXY ടൈപ്പ്, XXX0 ടൈപ്പ്, ZW ZZ ടൈപ്പ്. അത് 3 എവിടെ ആരിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം. ഹ്യൂമൻ സെക്സ് ഡിറ്റർമിനേഷൻ എടുത്ത് ചോദിക്കുക, അത് XXXY ടൈപ്പാണ്. അപ്പം നമ്മൾ 44 ഓട്ടോസോം പ്ലസ് XX, 44 ഓട്ടോസോം പ്ലസ് XY ആ രീതിയിൽ എഴുതിക്കണം. ദെൻ പെഡിഗ്രി അനാലിസിസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് ആ സിമ്പിൾസ് എന്നിട്ട് എന്താണ്, അല്ലെ അതിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ 4 സിമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അതാണ് പ്രധാനമായിട്ട് ചോദിക്കുക. കുറേ സിമ്പിൾസ് എന്നിട്ട് ഇതെന്തൊക്കെയാണ്, നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ജനറ്റിക് ഡിസോർഡറിൽ സിക്കിൾ സെൽ അനീമിയ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കും. എന്തുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ വരുന്നത്? പോയിൻറ്റ് മ്യൂട്ടേഷനാണ്, എന്താണ് ഗ്ലൂട്ടാമിക് ആസിഡ് കയറി പകരം വാലയും കയറി വരുന്നു. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർമ്മ. പിന്നെ ഒരു 3 ഡിസോർഡേഴ്സ്, ഏത് ഡൗൺ സിൻഡ്രോം, ക്രോമസോമൽ ഡിസോർഡറാണ് അല്ലേ, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം. അതിൻ്റെ ഒരു ഇക്വേഷൻ പോലുള്ള സാധനമുണ്ട്, ഇത് തരും, രോഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇത് തന്നെ മാച്ച് ദ ഫോളോവിങ് ചോദിക്കും. ഒരു സൈഡിൽ അസുഖങ്ങളുടെ പേരായിരിക്കും, ഇപ്പുറത്തെ ഇക്വേഷൻ പോലുള്ള ക്രോമസോം നമ്പർ ആയിരിക്കും തരുന്നത്. അപ്പം കൃത്യമായിട്ട് മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ഇത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ പഠിച്ചിരിക്കണം. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ അതിനകത്ത് അതും വലിയൊരു ഭാഗമാണെങ്കിൽ പോലും അതിനകത്ത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA സാലിയൻ ഫീച്ചേഴ്സ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്താ വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് അത് 4-5 പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.
പാക്കേജിങ് ഓഫ് DNA, പ്രത്യേകിച്ച് യൂകാരിയോട്സിൽ പാക്കേജിങ് ഹിസ്റ്റോൺ ഒക്ടാമിൻ്റെ പടം തന്നിട്ട് അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പടവും ഹിസ്റ്റോൺ ഒക്ടാമിൻ്റെ പടവും ഓർമ്മ വേണം, ആ പാക്കേജിങ്ങും എന്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മ വേണം. പിന്നെ ഹെർഷെ ചേസ് എക്സ്പീരിമെൻറ്റ്, ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് തെളിയിച്ച പരീക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഫിത്ത് എഫക്റ്റും ചോദിക്കാറുണ്ട് കേട്ടോ. എലിയുടെ സ്ട്രെപ്റ്റോകോക്കസിൻ്റെ ന്യൂമോണിയയുടെ ആർസെനിയം സ്ട്രെയിൻ ഉപയോഗിച്ചുള്ള ആ എലിയിൽ നടത്തിയ പരീക്ഷണം, ഗ്രിഫിത്ത് നടത്തിയ എക്സ്പെരിമെൻറ്റ്, ഗ്രിഫിത്ത് എഫക്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ, അതും ഒന്ന് നോക്കിയേക്കണം. പിന്നെ DNA വേഴ്സസ് RNA അത് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. DNA വേഴ്സസ് RNA എന്ന് പറയുന്നത് അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ വേഴ്സസ് RNA എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും DNA ഡബിൾ സ്റ്റാൻഡേർഡാണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ്. അതല്ല ചോദിച്ചേക്കുന്നത്. ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന നിലയിൽ DNA RNA അവരുടെ നേർക്കുനേരുള്ള പോരാട്ടമാണ്. നമ്മളൊരു 4 ക്രൈറ്റീരിയം വെച്ചുകൊണ്ട് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ, സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ബി സ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞൊരു 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള അനാലിസിസാണ്. കൃത്യമായിട്ട് അതൊന്ന് നോക്കിക്കണം ചോദിച്ചിട്ടുണ്ട്. റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമ് അത് പഠിച്ചോണം. എങ്ങനെയാണ് റെപ്ലിക്കേഷൻ, ലാഗിങ് സ്റ്റാൻഡും ലീഡിങ് സ്റ്റാൻഡും എന്താണെന്ന് നോക്കിക്കണം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റാൻഡ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് ഏതാണെന്ന് നോക്കിക്കണം. എന്തുകൊണ്ടാണ് ലീഡിങ് സ്റ്റാൻഡ് ലാഗിങ് സ്റ്റാൻഡ് ഉണ്ടാകുന്നത്, ലാഗിങ് സ്റ്റാൻഡ് വരാൻ കാരണം എന്താണ്, ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോണം. റെപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അതോടൊപ്പം സെൻട്രൽ ഡോഗ്മ അറിയാലോ. സെൻട്രൽ ഡോഗ്മ തെറ്റ് എന്നിട്ട് റെക്ടിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. എന്താണ് സെൻട്രൽ ഡോഗ്മ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഡോഗ്മ ഒരു മാർക്കിനെ ചോദിക്കത്തുള്ളെങ്കിലും അതൊന്ന് നോക്കിയേക്കണം. സിമ്പിളല്ലേ. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷനകത്ത് പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒന്ന് പ്രോസസ്സിംഗ് ആണ്. അത് ഹെട്രോജനസ് ന്യൂക്ലിയർ RNA അല്ലെങ്കിൽ പ്രിക്കോഴ്സ് RNAയിൽ പിന്നീട് നടക്കുന്ന പ്രോസസ്സിങ്, സ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. ഈ കൃത്യമായിട്ട് ഈ 3 പഠിച്ചു വേണം. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കുക. എന്തൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അത് കൃത്യമായിട്ട് പഠിച്ചു വേണം. അതേപോലെ തന്നെ RNA പോളിമറൈസിന് എലോങ്ങേഷൻ മാത്രം നടത്താൻ പറ്റത്തുള്ളെങ്കിലും ഇനിഷ്യേഷൻ ടെർമിനേഷൻ നടത്താൻ അവൻ തന്നെയാണ്. അതെങ്ങനെ സാധ്യമാകുന്നു, സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും അത് ഓർമ്മ വേണം. അപ്പം പിന്നെ എന്ന് ചോദിക്കുന്നത് പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ കപ്പിൾഡാണ് എന്ന് ചോദിക്കും. വൈ മീൻസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ തന്നെ ട്രാൻസ്ലേഷൻ നടക്കുന്നു പ്രോകാരിയോട്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിക്കും. പുസ്തകത്തിൽ കൃത്യമായിട്ട് ആ സെൻറ്റൻസസ് ഉണ്ട്. ആ പുസ്തകം കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. പിന്നെ ജനറ്റിക് കോഡിനേഴ്സ് സാലിയൻ ഫീച്ചേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചോണം. അതിൽ നിന്ന് പാർട്ട് ക്വസ്റ്റ്യൻ ഏതൊക്കെ, എന്താണ് ഇനിഷ്യേറ്റർ കോഡോൺ എന്താണെന്ന് ചോദിക്കും, അത് ഏതാണെന്ന് ചോദിക്കും. അതുപോലെ എന്താണ് ടെർമിനേറ്റർ കോഡോൺ, സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്, UAA, UGA, UAG അത് കൃത്യമായിട്ട് ഓർത്തോണം. ഇനിഷ്യേറ്റർ കോഡോണ് അതുപോലെ സ്റ്റോപ്പ് കോഡോണ് അത് പഠിച്ചോണം. അപ്പോൾ സാലിയൻ ഫീച്ചേഴ്സ് മൊത്തത്തിൽ പഠിച്ചോണം. അത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതാണ് ലാക്ക് ഓപ്പറോൺ 2 ഫിഗറുണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറും ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറും കൃത്യമായിട്ട് 2 പടവും. ലാക്ക് ഓപ്പറോണിൻ്റെ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആയിരിക്കും. അപ്പോൾ ലാക്ടോസിൻ്റെ പ്രസൻസിലും ലാക്ടോസിൻ്റെ ആബ്സെൻസിലും എങ്ങനെയാണ് ആ ഓപ്പറോൺ ഇരിക്കുന്നത് എന്നുള്ള പടം വരച്ചിടാൻ ചോദിക്കും. അല്ലെങ്കിൽ തെറ്റുണ്ട്, ഒരു പടം തരും, ചിലപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാക്ടോസ് മോളിക്യൂൾ അങ്ങോട്ട് കടന്നു വന്നാൽ എങ്ങനെയായിരിക്കും ഈ ഓപ്പറോൺ ഇരിക്കുന്നത് വരച്ചിടാൻ ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് 2 പടവും വരച്ചിരിക്കണം. ഷുവറാണ് ചോദിക്കും. HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനകത്ത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമും എക്സ്പാൻഡ് ചെയ്യാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ HGPയുടെ സാലിയൻ ഫീച്ചേഴ്സ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ HGP എന്തുകൊണ്ടാണ് ഒരു മെഗാ പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത്, അതിൻ്റെ റീസണും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ HGP ഈ 2 കാര്യങ്ങൾ മെഗാ പ്രൊജക്റ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്, അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് മീൻസ് ആ HGPയിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിടണം. ദെൻ DNA ഫിംഗർ പ്രിൻറ്റിങ് ഇമ്പോർട്ടൻ്റ്. അലക് ജെഫ്രി ആ സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്ന് ഓർമ്മമാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ് മയോഗ്ലോബിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. അത് എന്തിനു ഉപയോഗിക്കുന്നു, DNA അതിൻ്റെ സ്റ്റെപ്സാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്, DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഏത് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലാണ്. എവല്യൂഷനിലേക്ക് വരുമ്പം എവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കെമിക്കൽ എവല്യൂഷൻ ഓഫ്
ലൈഫാണ് ഒപ്പാരി ഹാൾഡേ ഹൈപ്പോത്തിസിസ് നമ്മൾ പറയുന്നത്. അതിനെ തെളിയിച്ചുകൊണ്ട്, ഭാഗികമായി തെളിയിച്ചുകൊണ്ട് സ്റ്റാൻലി മില്ലറുടെ ഹറോൾഡ് യൂറയുടെ എക്സ്പീരിമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ തന്നിട്ടുണ്ട്, ഒരു പടം. അത് വെച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പം കെമിക്കൽ എവല്യൂഷൻ എന്താണെന്നും അതിനെ തെളിയിച്ച മില്ലറുടെ യൂറയുടെ എക്സ്പീരിമെൻറ്റും പഠിച്ചിരിക്കണം. ആ പടം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം എന്താണെന്നുള്ളത്. പ്രിമിറ്റീവ് ഓഷ്യന് ഏത് ഭാഗമാണ്, പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഏതാണ്, ആ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഓർത്തോണം കേട്ടോ. അതേപോലെ തന്നെ ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും അതോടൊപ്പം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കൺവെർജൻ്റ് എവല്യൂഷനും ഡൈവേർജൻ്റ് എവല്യൂഷനും. ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഡൈവേർജൻ്റ്, അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ കൺവെർജൻ്റ് എവല്യൂഷൻ. ആ രണ്ടും ഓർത്തണം. അഡാപ്റ്റീവ് റേഡിയേഷൻ, അപ്പോൾ എവിഡൻസസിലെ ഈ ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും അഡാപ്റ്റീവ് റേഡിയേഷൻ ഇമ്പോർട്ടൻ്റ്. അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുമ്പോൾ 2 കൂട്ടരുണ്ട്. ഗാലപ്പാഗോസ് ഐലൻഡ്സിൽ ഫിഞ്ചസ് ഉണ്ട്, അതുപോലെ ഓസ്ട്രേലിയ മാഴ്സൂപ്പിയൽസ് ഉണ്ട്. ഇവ 2 അഡാപ്റ്റീവ് റേഡിയേഷന് എക്സാമ്പിളാണ്. അത് 2 ഓർമ്മ വേണം. നാച്ചുറൽ സെലക്ഷൻ തിയറി, ഡാർവിൻ പ്രപ്പോസ് നാച്ചുറൽ സെലക്ഷൻ തിയറിയുടെ പ്രധാന പോസ്റ്റ് ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആൻഡ് സ്പീസിയേഷൻ. 5 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സാധനം ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം, അതിൻ്റെ ഇക്വേഷൻ, അത് ചോദിക്കാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ശരിക്കും ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഗ്രാഫാണ് തന്നിരിക്കുന്നത്. സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ്, ഇങ്ങനെ 3 ഗ്രാഫ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് എന്താണ്, ഏത് തരത്തിലുള്ള നാച്ചുറൽ സെലക്ഷനാണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ ഏതൊക്കെ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 തരത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, അതേപോലെ ഡിസ്റപ്റ്റീവ്. ആ 3 ഓർമ്മ വേണം. ക്ലിയർ. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ എവല്യൂഷൻ നോക്കിയേക്കണം. കാരണം അതിനകത്ത് ഏപ്പാട്ട്, ഇപ്പം ജാവാമാൻ എന്നറിയപ്പെടുന്ന ആര് എന്നൊക്കെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് നോക്കി. അല്ലെങ്കിൽ ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ എന്നും പറഞ്ഞ് ചിലപ്പം ചോദിക്കും. അപ്പോൾ അത് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ദെൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനകത്ത് ഇമ്മ്യൂണിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ 2 ഇമ്മ്യൂണിറ്റിയും കൃത്യമായിട്ട് നോക്കിക്കോണം. അതേപോലെ തന്നെ അത് ആക്റ്റീവും പാസീവും, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും നോക്കിയേക്കണം. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഹ്യൂമറൽ അഥവാ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും അതും നോക്കിയേക്കണം. ഇമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. സ്ട്രക്ചർ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ തരും, അതിനകത്ത് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എയ്ഡ്സിന് അത് ചോദിക്കുന്ന പ്രധാനമായിട്ടും എയ്ഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പതോജൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ്. അതിൻ്റെ ഡയഗ്രാം കൃത്യമായിട്ട് പുസ്തകത്തിലുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചോണം. അതാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ക്യാൻസറിൻ്റെ കേസിൽ ക്യാൻസർ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസർ ടൈപ്പ്, ബെനിൻ ക്യാൻസർ, മാലിഗ്നൻ്റ് ക്യാൻസർ, അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റക്ഷൻ എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കാനുള്ള എക്സ്റേ, അതുപോലെ CT സ്കാൻ, MRI സ്കാൻ എന്നുള്ള സ്കാനിങ് ഒക്കെ ഉണ്ട്. ദെൻ ബയോപ്സി പോലുള്ള. ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ക്യാൻസർ, എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോ ഉണ്ട്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റും ഇതും കൃത്യമായിട്ട്. ക്യാൻസർ വളരെയധികം പ്രധാനപ്പെട്ടാണ്, പഠിച്ചോണം. മറ്റൊന്ന് ഡ്രഗ് അബ്യൂസാണ്. ഡ്രഗ് അബ്യൂസിനകത്ത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡ്രഗ്സുകൾ, ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ്, ഈ 3 തരത്തിലുള്ള ഈ നാർക്കോട്ടിക്സ് ഡ്രഗ്സിനെ കുറിച്ചും കൃത്യമായി ബോധം വേണം. അത് ഓരോന്നിനകത്തും വരുന്ന ഏതൊക്കെ ഡ്രഗ്സ് ആണെന്നുള്ളതും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഫക്ട്സ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്, അതിൻ്റെ എഫക്റ്റുകൾ, എന്ത് ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ, അങ്ങനെ ഒരിതുണ്ട്. എങ്ങനെ നമുക്ക് ഈ അബ്യൂസൊക്കെ ഇല്ലാണ്ടാക്കാം എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, കുട്ടികൾ ഈ ലഹരിയിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊരു ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് നോക്കിയേക്കണം എൻ്റെ എഫക്റ്റ് ഓഫ് ഡ്രഗ് ആൻഡ് അബ്യൂസിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിനകത്ത് വെറും 3 ടോപ്പിക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. ഒന്ന് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം അത് ഇല്ല. പക്ഷേ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിനകത്ത് സ്വിസ് ചീസും റോക്ക്ഫോർട്ട് ചീസും തമ്മിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ബാക്ടീരിയയുടെ അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പേര് നിങ്ങൾ ഓർമ്മ വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത് മാത്രം അത് നോക്കിയാൽ മതി. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനകത്ത് ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ആൽക്കഹോളിൻ്റെ
സിട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ബ്യൂട്ടിരിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇവയുടെ നിർമ്മാണത്തിന് വേണ്ടി മൈക്രോബ്സ് ഉപയോഗിക്കുന്നു. അതുപോലെ എൻസൈമുകൾ, ലിപ്പേസ്, പെക്നേസ്, ഈ പ്രോട്ടീസ്, ഈ എൻസൈമുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ബയോ ആക്റ്റീവ് മോളിക്യൂളിൻ്റെ സപ്രക്കൈനസ് പോലുള്ള ബയോ ആക്റ്റീവ് മോളിക്യൂളിൻ്റെ സൈക്ലോസ്പോറിനെ പോലുള്ള ബയോ ആക്റ്റീവ് മോളിക്യൂളിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും എന്താണ് എന്താണ് ഉണ്ടാക്കുന്നത്, ഇവൻ്റെ ഫങ്ഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബാക്ടീരിയകളുടെ പേരുകൾ, ഫംഗസിൻ്റെ പേര് അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് കേട്ടോ. അതേപോലെ സീവേജ് ട്രീറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സീവേജിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോബ്സിൻ്റെ റോൾ എന്താണെന്ന് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കണം. അവിടെ ബയോഗ്യാസ് ഉണ്ടാകുന്ന കാര്യം, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പടത്തരും എന്താണ്, ബയോഗ്യാസ് പ്ലാന്റ് എന്താണ് അവിടെ ഉണ്ടാകുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഈ എങ്ങനെയാണ് ഫങ്ഷൻ എന്താണെന്നുള്ള ഫങ്ഷനിങ് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ബയോഗ്യാസ് പ്ലാന്റ്. ഈ 3 ടോപ്പിക്കാണ് അതിനകത്ത് ശ്രദ്ധ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരും, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനകത്ത് വരുമ്പോൾ ഇതേപോലെ 4 ടോപ്പിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി, നിങ്ങൾക്കറിയാം സ്പീഷീസ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ലെവൽ ഡൈവേഴ്സിറ്റി, ഈ 3 ലെവലിലുള്ള ഡൈവേഴ്സിറ്റി പഠിച്ചു വെച്ചേക്കണം. ലോഗ് സ്കെയിൽ ആ ഇക്വേഷൻ ഉണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടി വരും. അപ് ടു എ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്രാഫുണ്ട്, ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ദെൻ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, ബയോഡൈവേഴ്സിറ്റി ലോസിന് കാണുന്നത് ഏവിയൽ കോർട്ടറ്റ് എന്ന് പറയുന്ന 4 ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്, പിന്നെ അമിത ചൂഷണം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സിസ്റ്റൻസ്, 4 കോ എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ഈ 4 കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനകത്ത് വരുമ്പോഴാണ് അതിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻസൈറ്റ് ടു കൺസർവേഷനകത്ത് ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, ഹോട്ട്സ്പോട്ടുകളുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, സേക്രഡ് ഗ്രൂവ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതേപോലെ തന്നെ എക്സൈറ്റിക് കൺസർവേഷനിലെ ക്രൈ പ്രിസർവേഷൻ ഒന്ന് ഒരു ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ ലോ ടെമ്പറേച്ചറിൽ സ്പേംസും അങ്ങനെയുള്ള സാധനങ്ങൾ സെല്ലുകളൊക്കെ സൂക്ഷിച്ച് വെച്ച് പിന്നീട് ഉപയോഗപ്പെടുത്തക്ക രീതിയിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അത് എക്സൈറ്റ് കൺസർവേഷനാണ്. അതും ഒന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങൾ, ഈ 45 ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ സുവോളജിയുടെ മുഴുവൻ മാർഗം നിങ്ങൾക്ക് കിട്ടും. അപ്പം കൃത്യമായി പഠിക്കുക, മുഴുവൻ മാർഗം നേടുക. വീഡിയോ ഫുള്ളിരുന്ന് കാണുക. ഇത് തുടർച്ചയായിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.